വികസനത്തിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ഏറ്റവും മാതൃകാപരമായ സേവനം കാഴ്ചവെക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും 60 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഏക സംസ്ഥാനം നമ്മുടേതാണെന്നും വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന കരുതലും കൈത്താങ്ങും നിലമ്പൂർ താലൂക്ക് തല അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്ന് പാലിക്കാൻ വേണ്ടി എല്ലാ ഇടപെടലുകളും സംസ്ഥാന സർക്കാർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങളും ബദലുകളും കേരളത്തിലെ സർക്കാരിന്റെ ശ്രദ്ധേയമായ ഇടപെടലുകളായി പൊതുവെ നമ്മുടെ രാജ്യം വിലയിരുത്തുകയാണ്. ഇന്ത്യയിൽ 60 ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്ന ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ 4 ലക്ഷത്തിലധികം പേർക്ക് ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നമ്മുടെ കേരളത്തിലാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. 60 ലക്ഷം പേർക്ക് പെൻഷൻ, 4 ലക്ഷത്തിലധികം പേർക്ക് വീടുകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ്. ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് അദാലത്തുകളിലൂടെ പരിഹരിക്കുന്നത്. 2023 എല്ലാ താലൂക്കുകളിലും അദാലത്ത് നടത്തിയിരുന്നു. തുടർന്ന് ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത വിധം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങളെ കേൾക്കാൻ നേരിട്ടെത്തിയ നവകേരള സദസ്സുകൾ നടത്തുകയുണ്ടായി. അതിന്റെയെല്ലാം തുടർച്ചയാണ് ഇപ്പോൾ അവശേഷിക്കുന്ന പരാതികൾ കൂടി പരിഗണിക്കുന്നതിന് വീണ്ടും താലൂക്ക് തല അദാലത്തുകൾ നടത്തുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.